അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി പർച്ചേസിങ്ങിനെ കുറിച്ചുള്ളതാണ്. ഞങ്ങൾ നോർമലി വീക്കെൻഡിലാണ് പർച്ചേസിങ്ങിന് പോകുന്നത്. ഒന്നിക്കൽ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആയിരിക്കും. എന്നാലും ഞങ്ങൾക്ക് അതിനിടയിലുള്ള ദിവസങ്ങളിൽ 1-2 ദിവസം ഫിഷോ ചിക്കനോ പാലോ ഒക്കെ വാങ്ങാൻ പോകേണ്ടി വരുവേ. അപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ അവരിങ്ങനെ ഒരു വലിയൊരു പ്ലേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്ക് കളിക്കാനും സൈക്കിൾ ഓടിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഏട്ടനില്ലെങ്കിലും കൂടി ഞാൻ നന്നൂനെയും കൂട്ടി ഒന്നരാടൻ ഒരു ഹാഫ് ആൻ അവറെങ്കിലും പോകുന്ന പ്ലേസാണ് ഇത്. അപ്പോൾ ഇവിടെ പോലെ ഒരുപാട് കുട്ടികൾ ഇവിടെയും ഉണ്ടാവും. അപ്പോൾ നന്നു അതിലിടയ്ക്ക് നന്നുൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ 2-3 സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം ഞങ്ങളിതാ നെസ്റ്റോയിലേക്ക് കയറുവാണേ. ഇവിടെ എന്താ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു കുടക്കീഴിൽ കിട്ടുമെന്ന് പറയുന്നില്ലേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫിഷ് പർച്ചേസിങ് മാത്രമാണേ. അപ്പോൾ ഞങ്ങളിതാ ഫിഷ് മാർക്കറ്റിനേക്ക് അടുത്തെത്തി. ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മത്സ്യങ്ങളും ഇവിടെയുണ്ട് കേട്ടോ. അയിലയും മത്തിയും മുള്ളനും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു, ഞങ്ങളുടെ നാട്ടിൽ പുയ്യാപ്പിള എന്നാണ് പറയാറ്. അപ്പോൾ ഇവിടെ ഇതിന് സുൽത്താൻ ബത്തേരി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇതിന് ഇന്ന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിന്ന് അതാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇവിടെ എത്ര തണുപ്പാലും ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ ഓഫേഴ്സ് നോക്കുമായിരുന്നു കേട്ടോ. അപ്പം ഇതാ നന്നു അച്ഛനോട് ഇതാ വാശി പിടിക്കുന്നുണ്ട് ഐസ്ക്രീമിന് വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. അപ്പോഴാണ് ശ്രദ്ധിച്ചത് 6 രൂപയുടെ ബന്ന് അവരിന്ന് 1.50 ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, 2 ബന്നും കൂടി പർച്ചേസ് ചെയ്തു കേട്ടോ. അപ്പോഴാണിത് കുനാഫ, നമ്മളെ ഫേവറേറ്റ് കുനാഫ കണ്ടത്. അപ്പോൾ ഏട്ടനോട് പറഞ്ഞ് അതും കൂടി ഒന്ന് വാങ്ങി. അതിനുശേഷം ഞങ്ങളിങ്ങനെ പിന്നെ എന്താ ഓഫർ ഉള്ളതെന്നൊക്കെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റിൻ്റെ അവിടേക്ക് പോയി. അപ്പം ഈ ഒരു നട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ മെക്കാഡാമിയ. അതൊന്നും വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക്